നമസ്കാരം. അമേരിക്ക പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാവുകയാണ്. ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന കരയുദ്ധത്തിലേക്ക് 3 പതിറ്റാണ്ടിലേറെ ഹിസ്ബുള്ള തലപ്പത്തുണ്ടായിരുന്ന ഹസൻ നസ്രുള്ളയെ വധിച്ചെന്ന് ഇസ്രയേൽ സൈനിക വക്താവിന്റെ എക്സ്പോസ്റ്റ്. ഒരാഴ്ച മുൻപ് പ്ലാനിട്ട ഓപ്പറേഷൻ ന്യൂ ഓർഡറിലൂടെ ഹിസ്ബുള്ള തലവനെ അടക്കം വധിച്ചെന്നാണ് വാർത്തകൾ. ലെബനന് സമീപം ടാങ്കുകൾ വിന്യസിച്ച് ഒരു കരയുദ്ധത്തിന് ഇസ്രയേൽ കോപ്പുകൂട്ടുമ്പോൾ ഗസയുടെ ഗതിയാകുമോ ലെബനനും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. തലവന്റെ തലയെടുത്ത് ഇസ്രയേൽ. ഇന്നത്തെ എന്റെ അതിഥികൾ റിപ്പബ്ലിക്കൻ പാർട്ടി സപ്പോർട്ടറും സംരംഭകനും എഞ്ചിനീയറുമായ ശ്രീ ജോൺ പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ജിനേഷ് തമ്പി, കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ ജിനേഷ് തമ്പിയിലേക്കാണ്. ശ്രീ ജിനേഷ് തമ്പി, ഇപ്പോൾ ഈ പറയുന്ന ഗസയിലെ യുദ്ധത്തിന്റെ കഥ നമുക്കറിയാം. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധം അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതേ ഗതി തന്നെയാകുമോ ലെബനനും എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഹെസ്ബുള്ള തലവനെ വധിച്ചെന്ന അവകാശവാദം വരുന്നു. ഒരു പൂർണ്ണതോതിൽ പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലേക്ക് മാറുകയാണോ? എന്താണ് കരുതുന്നത്? ക്രിസ്റ്റീന, ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് മിഡിൽ ഈസ്റ്റിൽ സംജാതമായിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒക്ടോബർ 7, അതായത് ഏകദേശം ഒരു വർഷമായിട്ട് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് മറ്റൊരു സുപ്രധാന വഴിത്തിരിവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയായിട്ടുള്ള ആക്രമണത്തിലേക്ക് എത്തി നിൽക്കുന്നത് അത് ലോക സമാധാനത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്തുകയാണെന്ന് ഉറപ്പായിട്ടും പറയേണ്ടി വരും. അതും പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ സ്പിരിച്വൽ ലീഡർ, അവരുടെ ഏറ്റവും കൂടുതൽ കരിസ്മാറ്റിക് ഫിഗർ എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഹസൻ നസ്രള്ളയെ വധിച്ച ആ ഒരു സംഭവം അത് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ കുന്തമുന കൂട്ടിയിരിക്കുക തന്നെയാണ്. അത് ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അവര് ഇസ്രായേലിനെ അപേക്ഷിച്ച് അവരുടെ ആർട്ടിലറി സ്ട്രെങ്ത് കുറവാണ്, റോക്കറ്റ്സിന്റെ നമ്പർ കുറവാണ്. പക്ഷെ ഹിസ്ബുള്ളയുടെ കൈവശം ഉള്ളത് വലിയ ഒരു വീരോചിതമായിട്ടുള്ള ഒരു സ്പിരിറ്റാണ്. അവര് ഒരു ആംഗ്രി ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേഡറാണ്. അങ്ങനെയുള്ള ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേഡറെ ലെബനനിൽ ഇസ്രായേൽ ഫേസ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ മാനങ്ങളിലേക്ക് ആ യുദ്ധം തിരിയും എന്നത് നമുക്ക് പ്രവചനാതീതമാണ്. അതും പ്രത്യേകിച്ച് ഇറാന്റെ ഒരു സപ്പോർട്ട് വലിയ തോതിൽ ഹിസ്ബുള്ളയുടെ കൈവശം ഉള്ളപ്പോൾ ഈ യുദ്ധത്തിന്റെ മാനങ്ങൾ വലുതായിട്ട് ഒരു വളരെ ഭീകരമായിട്ടുള്ള വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു കയറാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. പ്രത്യേകിച്ചും ഏകദേശം ഒരു വർഷമായിട്ട് നിലകൊള്ളുന്ന ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം അത് എങ്ങും എത്താതെ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ ബെഞ്ചമിൻ നെത്തന്യാഹു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു രീതിയിലും ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ്. US-ഉം സഖ്യകക്ഷികളും മുന്നോട്ട് വെച്ച 21 ദിവസത്തെ സീസ് ഫയറിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ഹിസ്ബുള്ളയുമായിട്ടുള്ള വാർമുഖങ്ങൾ തുറന്നിട്ടിരിക്കുന്നത്. മറ്റൊരു വശത്ത് യുക്രൈൻ റഷ്യ യുദ്ധവും വളരെ സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇവിടെ അമേരിക്കൻ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക വളരെ ഡിഫെൻസീവ് ആയിട്ടാണ് പ്രത്യേകിച്ച് 2 കാൻഡിഡേറ്റ്സും അവരുടെ സമീപനങ്ങൾ കൈക്കൊള്ളുന്നതെങ്കിലും ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഫേസ് ചെയ്യുന്നത് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ചും ഇറാന്റെ കൈവശം ന്യൂക്ലിയർ ആർസനൽ കേപ്പബിലിറ്റി ഉള്ളപ്പോൾ അതും ഇറാനാണ് ഒരു പ്രോക്സി വാർ ഹിസ്ബുള്ളയുടെ അടുത്തും ഹമാസിന്റെ അടുത്തും അതുപോലെ തന്നെ യമനിലെ ഹ്യൂത്തിയുടെ അടുത്തും ഒക്കെ സംഘടിപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ദിസ് ഈസ് എ പൊട്ടൻഷ്യലി an explosive situation which can go out of hand if not handled well. ശ്രീ ജോൺ പണിക്കർ, ഇപ്പോൾ നമുക്കറിയാം യുക്രൈൻ യുദ്ധം അത് തുടങ്ങിയിട്ട് കുറേയായി, അതിനൊരു അവസാനമാകുന്നില്ല. അതിനുശേഷം ഗസയിൽ യുദ്ധം തുടങ്ങുന്നു, അതിനൊരു അവസാനമാകുന്നില്ല. ഇപ്പോൾ ഈ ലെബനനിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ യുദ്ധം മുറുകുമ്പോൾ സാധാരണഗതിയിൽ ഇതിൽ ഒരു ഇടപെടൽ നടത്തുന്നത് ഐക്യരാഷ്ട്രസഭ
അതിനുശേഷം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ജോ ബൈഡൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതിന് ഒരു പരിഹാരം വേണം എന്ന് പറയുന്നു എന്നതിനപ്പുറമായി ഈ പറയുന്ന വികസിത രാജ്യങ്ങൾ പോലും കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? നമസ്കാരം. ആദ്യം തന്നെ നല്ലൊരു ഹെഡിങ് ആണ്. അപ്രീഷിയേറ്റ് ഈ ഗാസയിലെ ഈ യുദ്ധം പോലെ തന്നെ നമ്മൾ ഒരു ഒട്ടും അത്ഭുതപ്പെടേണ്ട, ഒരു ആശ്ചര്യത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല ഹിസ്ബുള്ളയോട് ലെബനോണിലുള്ള കാര്യം. കാരണം ഒക്ടോബർ 7 ഗാസയിൽ നിന്നും ഈ ഹമാസുകാർ ഇസ്രായേൽ കയറി ഈ അതിക്രമം കാണിച്ചതിൻ്റെ പിറ്റേന്ന് ഒക്ടോബർ 8 മുതൽ ഈ ഹെസ്ബുള്ള കണ്ടമാനം റോക്കറ്റുകൾ അയച്ചു തുടങ്ങിയതാണ്. ഒക്ടോബർ 8 മുതൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കണക്കുകൾ പറയുന്ന പ്രകാരം ഏകദേശം 8,000-ൽ പുറത്ത് റോക്കറ്റുകളാണ് ലെബനോണിൽ നിന്നും ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇസ്രായേലിലെ ഒരു ഭാഗത്ത് നിന്ന്, ആ നോർത്ത് ഭാഗത്ത് നിന്ന് ഒരു 70,000 മുതൽ 1,00,000 വരെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇവിടുത്തെ ഗോൾ എന്താണ്? മാറ്റി പാർപ്പിച്ചിരിക്കുന്നവരെ തിരിച്ച് ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങൾ ഏകദേശം ഒരു പരിഹാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വളരെ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ അവരുടെ ഒബ്ജക്റ്റീവുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റി പാർപ്പിച്ച ആൾക്കാരെ തിരിച്ച് അവിടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഒരു ജിയോഗ്രാഫി ഒക്കെ നോക്കുവാണെങ്കിൽ. നമ്മുടെ ഇപ്പോൾ ഈ കാസർഗോഡ് നിന്ന് കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തിരിച്ച് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്ക് അവിടെ രാജ്യത്തിൻ്റെ ബോർഡറിനകത്ത് സ്വസ്ഥതയോടുകൂടി ജീവിക്കണം. 8,000-ഓളം റോക്കറ്റുകൾ അയക്കുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 8,000-ഓളം റോക്കറ്റുകൾ അയക്കുമ്പോഴാരും ഒന്നും മിണ്ടുന്നില്ല. തിരിച്ചാക്രമിക്കുമ്പോൾ ഈ പറയുന്ന പോലെ വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവർക്ക് ജീവിക്കണ്ടേ? ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇസ്രായേൽ ഒരു തുടക്കം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തലവനെ വധിച്ചെങ്കിലും കമാൻഡേഴ്സിനെ വധിച്ചെങ്കിലും ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഗാസയിലെ പോലെ ഒരു സംഭവമല്ല ലെബനോണിലെ ഹിസ്ബുള്ള. ഇപ്പോൾ ഒരിക്കലും ഹിസ്ബുള്ളയെ തകർക്കാനോ പൂർണ്ണമായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാനോ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരും തന്നെ വിചാരിക്കുന്നുണ്ടാവില്ല. കാരണം അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള രാഷ്ട്രീയമായുള്ള റൂട്ട് ലെബനോണിലുണ്ട് ഹിസ്ബുള്ളയ്ക്ക്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഡിസ്മാൻഡിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ സദേൺ ലെബനോണിൽ ആണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഇൻവേഷൻ അവർ ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ അത് അറ്റ്ലീസ്റ്റ് കുറച്ച് ഭാഗങ്ങളെങ്കിലും സദേൺ ലെബനോണിലെ ക്ലിയർ ചെയ്യുകയും ഒരു ക്വിക്കായിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അമേരിക്കയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറി വന്നു കഴിഞ്ഞാലും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ജോ ബൈഡൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അയൺ ക്ലാഡ് സപ്പോർട്ട്. അറ്റ് ദ സെയിം ടൈം ഇത് ഒരിക്കലും ഒരു വൈഡർ ലെവലിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരു ചെറിയ ഒരു ബ്ലാസ്റ്റോട് കൂടി അവരുടെ ഒരു മുന ഒടിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തലവനെ വധിച്ചു. അതുപോലെ തന്നെ അതിന് ഏറ്റവും ഭയങ്കരമായിട്ട് സംഭവിച്ച അതിനൊരു 2-3-4 കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പേജർ ആക്രമണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശരിക്കും തളർത്തി കളഞ്ഞു. ഇപ്പം പ്രധാനമായിട്ടും ലീഡേഴ്സിൻ്റെ കയ്യിലെല്ലാം ഇരിക്കുന്ന പേജർ പൊട്ടിത്തെറിച്ച് എത്രയോ പേരാണ് മരിക്കുകയും എത്രയോ പേർക്ക് ആപത്തുണ്ടാകുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം തലവനെയും കൂടെ വെച്ചത്. ഇസ്രായേലിന് ഒന്നും അസാധ്യമല്ല ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഇത്രയും പേജർ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവാം. അവർ നടത്തുന്ന സകലമാന കാര്യങ്ങളിലും ഇസ്രായേലിന് അറിവുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവുകളിലേക്ക് പോകാമെന്നും എവിടെയും കയറി മിഡിൽ ഈസ്റ്റിൽ എവിടെയും ആക്രമിക്കാമെന്നുമുള്ള ഒരു കേപ്പബിലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇക്കാര്യത്തിൽ. അറ്റ് ദ സെയിം ടൈം ഗാസയിലെ പോലെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ലെബനോണിൽ നമ്മൾ ഒരു സൈഡ് മാത്രം ഇസ്രായേലിന് ആക്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ സിറിയ, അത് കഴിഞ്ഞ് ഇറാഖ്, അത് കഴിഞ്ഞ് ഇറാൻ. അപ്പോൾ ആ ഒരു ബാക്കപ്പ് ഉണ്ട് എപ്പോഴും ഹിസ്ബുള്ള ഫൈറ്റേഴ്സിന്. എപ്പോഴും തന്നെ ആയാലും അവരുടെ ഫ്രണ്ട് ലൈനിലേക്ക് അവരുടെ സപ്ലൈ റീഇൻഫോഴ്സ്മെൻ്റ് ആയാലും അവരുടെ സപ്ലൈ ആണെങ്കിലും കൊണ്ടുവരാനും കഴിയുന്ന രീതിയിൽ പറ്റുന്ന ഒരവസ്ഥയാണ് ഹിസ്ബുള്ളയ്ക്ക് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടൊരു ഗാസ സ്റ്റൈൽ ഇൻവേഷനോ ഒരു കാര്യങ്ങളോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. വളരെ ചെറിയ അവരെ താൽക്കാലികമായിട്ട് തളർത്തുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ്. ബാക്കിയുള്ളവരെ തിരിച്ച് അവിടെ മാറ്റി തിരിച്ചവർക്ക് കൊണ്ട് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ
വാണിങ്ങുകൾ ഇതിനു മുമ്പ് ഗാസയിൽ ചെയ്യുന്ന പോലെ തന്നെ വാണിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ ഉള്ള ഈ തീവ്രവാദികളുടെ ഒരു പ്രധാന സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സ്കൂള്, അതുപോലെ ഹോസ്പിറ്റൽസ്, അതുപോലെ ആരാധനാലയങ്ങൾ, ഇവിടെയൊക്കെയാണ് ഇവരുടെ ബേസുകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ UN-ന്റെ ആർട്ടിക്കിൾ അനുസരിച്ച് ഇത്തരം സ്ഥലങ്ങൾ ആക്രമിച്ചുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഇവർ കമാൻഡ് ആൻഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ്, കമാൻഡ്, റോക്കറ്റ് ലോഞ്ചിങ്, എവറിത്തിങ് ഫെസിലിറ്റി അപ്പോൾ അത് അങ്ങനെ ആക്രമിക്കുമ്പോൾ അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് നിസ്സഹായരായ ആൾക്കാർ മരിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാണെങ്കിൽ പോലും ഇത് അനിവാര്യമാണ്. കാരണം ഇത് ഇസ്രായേലിൻ്റെ സർവൈവലിൻ്റെ കാര്യമാണ്, അവിടുത്തെ ഓരോ ജനങ്ങളുടെയും പിന്നെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യമാണ്. ഇസ്രായേലിന് ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായ സപ്പോർട്ടാണല്ലോ. ഇപ്പം നെതന്യാഹുവിനാണെങ്കിലും ഇനിയിപ്പോൾ വേറൊരു ഒരു ലീഡറാണ് അവിടെ വരുന്നതാണെങ്കിൽ പോലും പൂർണ്ണമായ ഒരു സപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്ക് യു. ശ്രീ നിർമ്മൽ എബ്രഹാം, നമുക്കറിയാം ഈ ലെബനീസ് പോയറ്റായിട്ടുള്ള ഖലീൽ ജിബ്രാന്റെ പല എഴുത്തുകളിലും നമുക്ക് കാണാം ഈ ലെബനനിലെ ജനത വർഷങ്ങളായി അവർ പരമ്പരാഗതമായി അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിലാപങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടും കണ്ടിട്ടുമുണ്ട്. അതേ ജനത തന്നെ വീണ്ടും ഒരു കരയുദ്ധത്തിലേക്ക് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ശ്രീ ജോൺ പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ഈ തലവൻ്റെ തലയെടുത്തതോടുകൂടി ഇതിനൊരു അറുതിയാകുമോ? അതുപോലെ തന്നെ ഇതൊരു അനിവാര്യമാണെന്ന അദ്ദേഹത്തിൻ്റെ വാദത്തോട് യോജിക്കുന്നു? അനിവാര്യമാണെന്ന് യോജിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ ഒരു 18 വർഷ കാലയളവിൽ 1982 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഹെസ്ബുള്ള പറയുന്നതിനോട് ഒരു വാദമെങ്കിലും മുന്നോട്ട് വെക്കാം. ശരിയാണ്, ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. കാരണം അന്നൊരു നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 82 ഇസ്രായേൽ ലെബനോൺ ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 18 വർഷം ഒക്യുപ്പൈ ചെയ്തു. 2000 അവരത് വിഡ്രോ ചെയ്ത് പോയി. അന്ന് മുതൽ അവിടെ നാഷണൽ ഇൻട്രസ്റ്റ് ഇല്ല. അതായത് ഒരു മനുഷ്യർക്കും ഒരു താല്പര്യവും ഇതിനോടില്ല. ഹെസ്ബുള്ള പിന്നീട് കാണിച്ചു കൂട്ടിയതെല്ലാം അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി ഫുൾഫിൽ ചെയ്യാൻ, ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ എയിം കൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോയതും. 2006 2 സൈനികരെ തട്ടിക്കൊണ്ടുപോയതും അതിനുശേഷം ഉണ്ടായ വാറിൽ 1000 ആളുകൾ മരിച്ചതും അതേ വാറിൽ തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ പിന്നെ 2019 കോവിഡ് വന്നു, ഇടയ്ക്ക് ഗവൺമെന്റ് കൊളാപ്സ് ചെയ്തു, 20 ബെയ്റൂട്ടിന്റെ എക്സ്പ്ലോഷൻ നടന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ കഴിഞ്ഞ എക്സ്പ്ലോഷൻസ് വേറെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ അവർ തകർന്നിരിക്കുകയാണ്. 80% ആളുകളും പോവർട്ടി ലൈനിന്റെ താഴെ വന്നിരിക്കുകയാണ്. ലോ മിഡിൽ ഇൻകം എക്കോണമി എന്ന് വേൾഡ് ബാങ്ക് തരം താത്തിരിക്കുകയാണ് ലെബനോണിനെ. അതുകൂടാതെ വേറെ ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ റെഫ്യൂജി ക്രൈസിസ് ആണ്. സിറിയയിൽ നിന്നും പലസ്തീനിൽ നിന്നും വരുന്ന ആളുകളെ കൂടെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലൂടെ അവർ അക്കോമഡേറ്റ് ചെയ്യും കൂടെ വേണം. സോ അങ്ങനെ നോക്കുമ്പം ലെബനോണിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു രീതിയിലും ഇൻട്രസ്റ്റ് തോന്നേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റും അല്ല ലെബനോൺ. അതാണ് രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എനിക്കൊന്ന് ഒരുപാട് ആളുകൾക്കിടയിലുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 60% താഴെയാണ് മുസ്ലിംസ് ഉള്ളവർ. അതിൽ തന്നെ പകുതിയും സുന്നി മുസ്ലിംസ് ആണ്. ബാക്കി 40% ക്രിസ്ത്യൻസ് ആണ്. ഓൾമോസ്റ്റ് ക്രിസ്ത്യൻസും മറ്റ് ചെറിയ മൈനോറിറ്റീസും മാത്രമാണ്. അതുകൊണ്ട് അവിടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റും അവിടെ ഇല്ല, നാഷണൽ ഇൻട്രസ്റ്റ് അവിടെ ഇല്ല. പോരാഞ്ഞിട്ട് ഹെസ്ബുള്ള കാട്ടിക്കൂട്ടിയതെല്ലാം തന്നെ എതിർത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത് ജനങ്ങൾ. അതായത് 2012 സിറിയൻ സിവിൽ വാറിന്റെ സമയത്ത് സിറിയൻ ഗവൺമെന്റിനെ അനുകൂലിച്ചുകൊണ്ട് നസ്രുള്ള കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവിടുത്തെ ആളുകൾ എതിർത്തിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു രീതി നോക്കുകയാണെന്നുള്ള ഇപ്പൊ കേരളത്തിൽ നിന്നുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി ഒരു വാർ നമ്മൾ ശ്രീലങ്കയുമായിട്ട് നടത്തുന്നു. ശ്രീലങ്ക ഇങ്ങോട്ട് മിസൈൽ വർഷിച്ച് ഇവിടുത്തെ ആളുകളൊക്കെ മരിക്കുന്നു. അതില് കേരളം എന്തെങ്കിലും രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുമോ? ആ രീതിയിലാണ് ഇതിന്റെ ഒരു അനാലജി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ ആളുകൾക്ക് ഇപ്പോൾ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ആഘോഷങ്ങൾ നമ്മൾ കണ്ടു ലെബനോണിലൊക്കെ. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും അനിവാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതുകൊണ്ട് മുന്നോടിഞ്ഞില്ല. ഇന്നിപ്പം ഞാൻ വാർത്തയിൽ കണ്ട ഒരു വാചകം കടമെടുത്തുകൊണ്ട് പറയാം, it is a game changer for Israel, but it's not game over. കാരണം വലിയൊരു മിലീഷ്യ അവർക്കുണ്ട്. അവരുടെ തന്നെ കണക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ പറയുന്നത് 100,000-ഓളം ട്രെയിൻ ഫൈറ്റേഴ്സ് അവർക്കുണ്ടെന്നാണ്. CIA പറയുന്ന 50,000 ട്രെയിൻ ഫൈറ്റേഴ്സ് ഉണ്ടെന്നാണ്. രണ്ടാണെങ്കിലും വലിയൊരു കണക്കാണ്. നോൺ സ്റ്റേറ്റ് ആക്ടർ എന്നുള്ള നിലയ്ക്ക് വലിയൊരു കണക്കാണ്. 1.5 ലക്ഷത്തിലേറെ വരുന്ന വെപ്പൺട്രി അവർക്കുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. CIA അംഗീകരിച്ച ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഹമാസും ഹെസ്ബുള്ളയൊക്കെ മുന്നോട്ട് വെക്കുന്നത് അതൊന്നും മനുഷ്യരല്ല, മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്, ഒരു ഐഡിയോളജിയാണ്. അത് ഫുൾഫിൽ ചെയ്യാൻ ആളുകൾ ഇനി വന്നു പൊക്കോണ്ടേയിരിക്കും. ഇപ്പൊ പക്ഷെ താൽക്കാലികമായിട്ടുള്ള ഒരു അറുതി എന്ന് മാത്രമേ ഉള്ളൂ.
ശ്രീ ജിനേഷ് തമ്പി, നമുക്കറിയാം ഒരു യുദ്ധം ഒരു ജനതയുടെ മേലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന്. വൈകാരികമായ പ്രത്യാഘാതങ്ങൾ, അത് ചിലപ്പോൾ തലമുറകളോളം നീണ്ടു നിൽക്കുന്നതാകാം. അതേപോലെ രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇതിലൊക്കെ ഉപരിയായി സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്കുണ്ടാകാം. ഈ ഒരു മേഖല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ചില രാജ്യങ്ങൾ ആ മേഖലയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സ്വർണത്തിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ലാതെ സ്വർണ്ണം മുകളിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ ഇതിപ്പോൾ ഒരു മേഖലയിലേക്ക് ഒതുങ്ങി നിൽക്കുന്നില്ല ഈ പ്രത്യാഘാതങ്ങൾ. ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കി വയ്ക്കും? ക്രിസ്റ്റീന, ഈ പലപ്പോഴും പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസിനെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസത്തിന് ഇംഗ്ലീഷ് പത്രങ്ങൾ പറയാറുണ്ട് മൂവിങ് ഡൗൺ ദ ഗ്രാസ് എന്നുള്ളത്. അതായത് നമ്മൾ വീടുകളിലൊക്കെ ലോൺ മൂവ് ചെയ്ത് വൃത്തിയാക്കി നിർത്തുന്ന പോലെ, അതായത് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും പറിച്ചു കളയാനായിട്ട് സാധിക്കില്ല. ഈ മൂവിങ് ഡൗൺ മാത്രമേ സാധ്യമാവുന്നുള്ളൂ. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്, അതായത് നൂറ്റാണ്ടുകളായിട്ടൊന്ന് തന്നെ നമുക്ക് പറയാം, മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസിനെ ഒരിക്കലും അതിനൊരു ഒരു 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 കൾമിനേഷൻ എന്നുള്ള ഒരു മെക്കാനിസം നമ്മൾ കാണുന്നില്ല. അതിപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച നിർമ്മൽ ഇബ്രാഹിം പറഞ്ഞ പോലെ ഇത് പലപ്പോഴും ഇതൊരു ഐഡിയോളജിയുടെ പേരിലുള്ള ഒരു വാറാണിത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ലെബനൻ എന്ന് പറഞ്ഞാൽ ലെബനൻ ഒരു പുവർ കൺട്രിയാണ്. അവരുടെ കറൻസി വളരെ സിഗ്നിഫിക്കന്റ്ലി ഡീവാല്യൂഡ് ആണ്. 2019 ലെബനൻ ഫേസ് ചെയ്ത ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, അതിനുശേഷം ലെബനൻ അവര് അത് ലോകം എമ്പാടും നേരിട്ട തന്നെയാണ് കോവിഡിന്റെ താണ്ഡവം. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു എക്കോണമിക്കലി നിലംപരിശമായിരിക്കുന്ന ഒരു രാജ്യത്തിന് ഗോയിങ് ഇൻ ടു എ വാർ ഫ്രണ്ട് ഈസ് ദ ലാസ്റ്റ് തിങ് ദേ ക്യാൻ ഡു. പക്ഷെ ഇപ്പോ ഹിസ്ബുള്ള നിലനിൽക്കുന്നത് ഒരു ആന്റി ഇസ്രായേൽ പ്ലാങ്കിലാണ്. അവർക്ക് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ലെബനനിലെ എക്കോണമിക് സിറ്റുവേഷനോ ലെബനനിലെ അവരുടെ കറൻസിയുടെ ഡീവാലുവേഷനോ ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 40% ലെബനൻ സിറ്റിസൺസ് അണ്ടർ പോവർട്ടി ആണ്. അത് 5 വർഷങ്ങൾക്ക് മുമ്പ് 80% അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു രാജ്യം, വളരെ ദുരവസ്ഥ നേരിടുന്ന ഒരു ജനത, പലായനങ്ങൾ പലവട്ടം അവര് അനുഭവിച്ചിട്ടുള്ള ഒരു ജനത. ഇപ്പൊ പറഞ്ഞു ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അവിടുത്തെ മെജോറിറ്റി മൈനോറിറ്റി ഇക്വേഷൻസ് ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനാമിക്സ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു വാർമുഖം വരുമ്പോൾ അതിനുള്ള ഒരു മാനിഫെസ്റ്റേഷൻസും അതിന്റെ റിപ്പർക്കഷൻസും ഒക്കെ വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ പോകുമെന്ന്. ഇപ്പൊ ഹമാസിനെ തീർത്തു എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഹമാസിനെ തീർക്കാൻ സാധിക്കില്ല. ഹമാസും ഇവരൊക്കെ ഒരു ഐഡിയോളജിയുടെ പുറത്ത് നിലനിൽക്കുന്ന ഓരോ പ്രസ്ഥാനങ്ങളാണ്. ഹമാസ്, അതുപോലെ തന്നെ ഹിസ്ബുള്ള, യമനിലെ യൂത്തി, ഇവരെല്ലാവരും ഫണ്ടഡ് ആണ്. ദേ ഹാവ് ഗോട്ട് ഗുഡ് ഫണ്ട്സ്. ഇപ്പൊ നമ്മൾ പറയും ഇസ്രായേൽ ഈസ് ഫണ്ടഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സത്യമാണ്. പക്ഷെ അതുപോലെ തന്നെ മറുവശത്തും ദേ ആർ ഓൾസോ ഹെവിലി ഫണ്ടഡ്. അതും ഒരു വശത്ത് ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാക്കണമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഐഡിയോളജി, അതിന് മറുവശത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു കൊച്ചു രാജ്യം മറ്റ് ശത്രു രാജ്യങ്ങളുടെ ഇടയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ നൽകുന്ന US ഉൾപ്പെടെയുള്ള അലൈസ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരിക്കലും ഒരു പെട്ടെന്ന് ഈ വാറിന് അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. അത് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽപ്പെട്ട് കഷ്ടം അനുഭവിക്കുന്നത് കുട്ടികളും. ഇപ്പോ മരണസംഖ്യ നോക്കിക്കോളൂ. 1500 പേരെ ഹമാസ് ഇസ്രായേലിൽ കടന്നാക്രമിച്ച് ഒക്ടോബർ 7 കൊലപ്പെടുത്തിയതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ കണക്ക്, കൊലപ്പെടുത്തിയിട്ട് കണക്ക് ഏതാണ്ട് 50,000-അടുത്താണ്. ആ 50,000-ല് 17,000 കുട്ടികളാണ്. ആ കുട്ടികളിൽ 2,000 പേര് 2 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിപ്പോ ഹമാസിനെ നമ്മൾ പലപ്പോഴും വളരെ ഫേമസ് ആയിട്ട് വിശേഷിപ്പിക്കാറ് ഗാസ സ്ട്രിപ്പിനെ എസ്പെഷ്യലി ഇറ്റ് ഇസ് ലൈക്ക് എൻ ഓപ്പൺ പ്രിസൺ. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, അവിടെ പൈസ ഇല്ല, ആളുകൾക്ക് ജീവിക്കാനായിട്ട് തരവില്ല. അതേസമയം ഇസ്രായേലിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അവിടെ പച്ചപ്പാണ്, അവിടെ എക്കോണമിക്കലി ഡെവലപ്ഡ് ആണ്, ടെക്നോളജി വൈസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഗാസ സ്ട്രിപ്പ് അങ്ങനെ അല്ല. ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ പ്രിസൺ. സെയിം സിറ്റുവേഷനാണ് ലെബനനിൽ. ദ കൺട്രി ഈസ് പുവർ. അതിന്റെ പുറത്ത് വാർ, അതിന്റെ പുറത്ത് രക്തച്ചൊരിച്ചില്. ഇപ്പൊ 500 പേരിൽ കൂടുതലാണ് ഒറ്റ ദിവസത്തെ ഇസ്രായേലിലെ ഷെല്ലാക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. അത് ലെബനനിൽ 75 തൊട്ട് 90 വരെ നിലകൊണ്ട അവരുടെ സിവിൽ വാറിൽ ഒരു വർഷം ഒരു ദിവസം കൊല്ലപ്പെട്ട ആളുകളുടെ സംഖ്യനൊക്കെ കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം 500 പേര് മരിച്ചത്. അതും ഇപ്പോ ഈ അവരുടെ സ്പിരിച്വൽ ലീഡറിന്റെ മരണത്തിന് ശേഷം ഇസ്രായേലി ചീഫ് ബെഞ്ചമിൻ നെതന്യാഹു ലുക്സ് ലൈക്ക് ഹീസ് എംബോൾഡൻ. മാത്രമല്ല ഹമാസിന്റെ അടുത്തുള്ള യുദ്ധത്തിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ ഫേസ് ചെയ്ത് തന്റെ പോപ്പുലാരിറ്റി താഴെ പോയിക്കൊണ്ടിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ
ഈ ഹോസ്റ്റേജ് ഇഷ്യൂവിൽ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ഇസ്രായേലിലെ ഡൊമസ്റ്റിക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആളുകൾ നിരത്തിലിറങ്ങി നെതന്യാഹുവിനെതിരെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോ ഈ ലെബനനിൽ പേജഡ് ആക്രമണം അല്ലെന്നുണ്ടെങ്കിൽ വാക്കി ടോക്കി ഈ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് ലീഡേഴ്സും ഹിസ്ബുള്ളയുടെ നിലംപരിശമായിരിക്കുകയാണ്. അവരുടെ തലവൻ മാത്രമല്ല, ഓൾമോസ്റ്റ് 7 സ്ട്രാറ്റജിക് ഹെഡ് മരിച്ചു, കൊല ചെയ്യപ്പെട്ടു. അവരുടെ സദേൺ ഫ്രണ്ടിലെ ലീഡർ ഇസ് ഡൗൺ ആൻഡ് ഔട്ട്. ഈ പേജറും വാക്കി ടോക്കിയും സ്ഫോടനത്തില് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഇസ് ഔട്ട്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഈ ബെയ്റൂട്ടില് അണ്ടർഗ്രൗണ്ട് ഒരു ടണലിലെ വീട്ടിൽ അവരുടെ തലവൻ നിലകൊണ്ടതും ഈസിലി ഇസ്രായേലിന്റെ ടാർഗറ്റിന് വശമതനായതും. ശ്രീ ജോൺ പണിക്കർ, അമേരിക്കൻ ഇലക്ഷൻ അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു, ഒരു മാസം കൂടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഒരു യുദ്ധം ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും, ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? ഇസ്രായേലിന്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ അമേരിക്കയുടെ ഒരു ബദ്ധ പാർട്ണറാണ്, ലോങ് ടൈം സ്ട്രാറ്റജിക് പാർട്ണർ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇലക്ഷനിൽ അതിപ്പോൾ ഏത് സൈഡാണെങ്കിലും ഇസ്രായേലിനെ വിട്ടുകൊണ്ടുള്ള ഒരു ഡിസിഷൻസ് ഒരിക്കലും അവർക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിപ്പം ഇസ്രായേൽ കൺട്രി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. ലോകം മൊത്തത്തിലുള്ള ഈ പറയുന്ന പിന്നെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഒരു പുണ്യസ്ഥലമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ടൂറിസം ഇവിടുന്ന് കണ്ടമാനം ആൾക്കാർ ജോർഡൻ, ഈജിപ്റ്റ് ഈ 3 രാജ്യങ്ങളിലെ ടൂർ പ്രോഗ്രാമിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്, പിന്നെ ആയുധപരമായ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പിന്നെ പാർട്ടി വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ കാര്യത്തിൽ ഇസ്രായേലിന് അയൺക്ലാഡ് സപ്പോർട്ടാണ്. ബൈഡൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് വരുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു പുതിയ ഒരു എനർജി ഇത് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ സൗദി അറേബ്യ ഇസ്രായേൽ തമ്മിലുള്ള പീസ് ഡീൽ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഔട്ട്കം, ഒരു ചർച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. ഓക്കെ, ശ്രീ നിർമ്മൽ എബ്രഹാം, എന്തായാലും ഈ ഒരു പ്രശ്നം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഈ മേഖലയിൽ വർഷങ്ങളായി പല കാരണങ്ങളാൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. അത് ഈ പറഞ്ഞ പോലെ ലെബനനെ കുറിച്ച് അവർക്ക് അതിന് പ്രത്യേക ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ലെബനന്റെ സംസ്കാരവും ലെബനന്റെ കലകളും ഇതൊക്കെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞമരുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? ഇത് ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ആ ഒരു സംഘടന അത് പാരലൈസ്ഡ് ആയി എന്ന വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുന്നില്ല. വെറും വാചാടോപങ്ങളല്ലാതെ അതിനപ്പുറമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. എവിടെയാണ് ഒരു സമാധാനത്തിനായുള്ള പാത ഒരുക്കാൻ കഴിയുന്നത്? അല്ല, UN ഇൻഎഫക്റ്റീവ് ആണെന്ന് നമ്മൾ ഒരുപാട് ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അത് അറിയുകയും ചെയ്യാം. സോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഡിസ്കഷനെ കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സജീവമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതല്ല, സജീവമായിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. ഇപ്പൊ റഷ്യയുടെ കേസിൽ UN റഷ്യ രക്ഷപ്പെടുത്തുന്നു, അമേരിക്കയാണ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളോ അല്ല ഇസ്രായേലോ ആണ് അവരെ രക്ഷപ്പെടുത്തുന്നു, ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ രക്ഷപ്പെടുത്തുന്നു. സോ അങ്ങനെ ബേസിക്കലി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഊരിപ്പോലുള്ള പഴുതുകൾ UN തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് ഇൻഎഫക്റ്റീവ് ആണ്. ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ശരിക്കും പറഞ്ഞ നിലവിൽ ഉള്ള ഒറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെസ്ബുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാനാണ് ഇസ്രായേൽ ആഗ്രഹം. കാരണം ഹമാസിനെയും ഹെസ്ബുള്ളയും ഒരേ രീതിയിലല്ല ഇസ്രായേൽ കാണുന്നത്. ഹമാസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കണം, കാരണം അതൊരു ആർച്ച് എനിമി പോലെ, ആർച്ച് റൈവൽ പോലെ അവർ കാണുന്നു, ഇല്ലാതാക്കുക. ഹെസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരുടെ നോർത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ നേരത്തെ ശ്രീ ജോൺ പണിക്കർ പറഞ്ഞ പോലെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ തിരിച്ചുകൊണ്ട് പാർപ്പിച്ച് സേഫ് ആയിട്ട് പാർപ്പിക്കുക. ഒന്ന് പാർപ്പിക്കാൻ പറ്റുക, 2 ആ ബോർഡറിൽ എവിടെയും ഇവർക്ക് ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ട്. സോ ആ ബോർഡറിൽ പോലും ഇവരുടെ പ്രസൻസ് കാണാതിരിക്കുക, അതായത് ഒരു അറ്റാക്ക് വരാത്ത രീതിയിൽ അവരെ മാറ്റുക, ഹെസ്ബുള്ളയും കൂടെ മാറ്റുക എന്നുള്ള എയിമാണ് നിലവിലുള്ളത്. സോ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇസ്രായേൽ ഈ കാണിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാതിരിക്കട്ടെ. കാരണം വെച്ചാൽ അതിനകത്ത് ഒരുപാട് മരണങ്ങളും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ഒരുപാട് ആളുകൾ മരിക്കുന്നു. സോ അത് ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ അവിടെ നിന്ന് ഹെസ്ബുള്ള മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, UN ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല 100%. അമേരിക്ക ഇതിൻ്റെ അകത്ത് ഇടപെടില്ല, നമ്മൾ ഈ 2 വർഷമായിട്ട് കാണുന്നു. സോ അതുകൊണ്ട് ഒരു പീസ് സൊല്യൂഷൻ എവിടുന്ന് വരുന്നുള്ളത് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഹമാസിന്റെ കേസിൽ ഓക്കെ, ഇപ്പം നിലവിൽ ഏറെക്കുറെ തകർത്തു എന്ന് നെതന്യാഹു തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു സീസ് ഫയറിന് ചിലപ്പം സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഹെസ്ബുള്ള മാറിയാൽ
അവിടെ ഇസ്രായേലിലുള്ള ആളുകൾക്ക് നോർത്തിൽ തിരിച്ച് ചെല്ലാൻ സാധിച്ചാൽ ഒരു പക്ഷേ സാധിക്കും. പിന്നെ രണ്ടാമത് നേരത്തെ ശ്രീ ജിനേഷ് തമ്പി സൂചിപ്പിച്ച ഒരു കാര്യത്തിലോട്ട് ആഡ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞ പോലെ ഹെസ്ബുള്ളയ്ക്ക് ഒരു വലിയ വീക്ക്നെസ് വന്നത് സാധാരണ ഇങ്ങനെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൽ സംഭവിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് ഇൻ ലൈൻ അല്ല തേർഡ് ഇൻ ലൈൻ ഫോർത്ത് ഇൻ ലൈൻ ആളുകളുണ്ട്. അവരെ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇബ്രാഹിം ഖബീസി, ഇബ്രാഹിം അഖീൽ, ഫുവാദ് ഷുക്കൂർ, അലി കറാക്കി, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു സെക്കൻഡ് ഇൻ ലൈൻ, തേർഡ് ഇൻ ലൈൻ, ഫോർത്ത് ഇൻ ലൈൻ. അവരൊന്നുമില്ല. അപ്പൊ നിലവിൽ ഈ 32 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡറിനെ, ഇത്രയും പാഷനറ്റ് ആയിട്ടുള്ള ഒറേറ്ററിനെ, അത്രയും ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരാളെ പോലെ മറ്റൊരാളെ റിപ്ലേസ് ചെയ്യാൻ ഇവർക്കില്ല. അതുകൊണ്ട് ഹെസ്ബുള്ള ഇപ്പോൾ വീക്കാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒരു പക്ഷേ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരെ ആ ഒരു ഏരിയയിൽ നിന്നും മൊത്തമായിട്ട് മാറ്റി പാർപ്പിക്കുക, ഇസ്രായേലിനെ ഡിസ്പ്ലേസ് ചെയ്തു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരും. ഇതായിരിക്കും ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടേം ഗോൾ. ലോങ് ടേം ഗോൾ തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയേണ്ടി വരും. ശരി, എന്തായാലും സമാധാനം പുലരട്ടെ അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും. കാരണം ഇത് ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരിടത്തെ അശാന്തി മറ്റൊരിടത്തേക്ക് പടരുന്നു, മാനവരാശി മുഴുവൻ അശാന്തിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാകട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ ജിനേഷ് തമ്പി, ശ്രീ ജോൺ പണിക്കരാൻ, ശ്രീ നിർമ്മല എബ്രഹാം. ഖലീൽ ജിബ്രാന്റെ പല കവിതകളും ഈ ഒരു അശാന്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പാടത്ത് നിൽക്കുന്ന ഒരു നോക്കുകുത്തിയോട് ഇവിടെ നിന്ന് നോക്കുകുത്തിയായി ഭീതിപ്പെടുത്തി നീ മടുത്ത് കാണും എന്ന ചോദ്യത്തിന് നോക്കുകുത്തി പറയുന്നുണ്ട്, ഇല്ല, ഇങ്ങനെ ഭയപ്പെടുത്തുന്നതാണ് എൻ്റെ സന്തോഷമെന്ന്. അത്തരത്തിൽ ഭയപ്പെടുത്തുന്ന നോക്കുകുത്തികളായി ഈ മേഖലയിൽ പലതും സംഭവിക്കുന്നുണ്ട്. അത്തരം നോക്കുകുത്തികൾ ഇല്ലാതാവട്ടെ എന്ന പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.